നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഭാരതത്തെ ദുഷ്ടലാക്കോടെ നോക്കിക്കാണുന്നതിന് മുൻപ് ശത്രുക്കൾ 100 തവണ ആലോചിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കരുത്തുള്ള സർക്കാരാണ് ഭാരതത്തിന്റേതെന്ന് മോദി ചൂണ്ടിക്കാട്ടി. 70 വർഷം ഭാരതത്തെ നിരന്തരം ശല്യപ്പെടുത്തിയ പാകിസ്ഥാൻ ഇന്ന് പിച്ചച്ചട്ടിയുമായി അലഞ്ഞു തിരിഞ്ഞു നടക്കുകയാണ് എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പോയ 70 ആണ്ട് അവർ കയ്യിൽ നമുക്കെതിരെ ബോംബാണ് കരുതിയത്, ഇന്ന് ഭിക്ഷാപാത്രവും. ഭാരതത്തിൽ കരുത്തുള്ള സർക്കാർ നിലവിൽ വന്നതിന്റെ മാറ്റമാണിത്. മോദി സർക്കാർ വന്നതിനു ശേഷം ധാരാളം മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിനുണ്ടായി. ആർട്ടിക്കിൾ 370 തീർത്ത തടസ്സങ്ങളുടെ മതിൽ ഈ സർക്കാർ പൊളിച്ചു കളഞ്ഞു. കാശ്മീരിന്റെ അവസ്ഥ മാറിമറിഞ്ഞു. ഒരു ദുർബല സർക്കാരിന് അത് ഒന്നും ചെയ്യാനാകുമായിരുന്നില്ല. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഹരിയാനയിലെ ധീരരായ അമ്മമാർ രാപ്പകൽ ആശങ്കയിലായിരുന്നു. എന്നാൽ ഇന്ന് 10 വർഷമായി അത്തരം ആശങ്കകൾക്ക് അടിസ്ഥാനമില്ലാതായിരിക്കുന്നു. ഭീകരതയ്ക്ക് നേരെ കാശ്മീർ ചോദ്യമുയർത്തുന്നു. ആ നാട് പുരോഗതിയിലേക്ക് ചുവടുവെക്കുന്നു. ദേശവിരുദ്ധ ശക്തികളെ കുറിച്ച് ഹരിയാനയിലെ ജനങ്ങൾ ബോധമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ പരാജയം ഉറപ്പാണ്. 17 ദിവസം കൂടി മാത്രമേ ഉള്ളൂ ജൂൺ 4-ന്. 4ാം ഘട്ട തിരഞ്ഞെടുപ്പ് പൂർത്തിയായി. രാജ്യത്തിനെതിരെ ഇന്ത്യ മുന്നണി കൊണ്ടുവന്ന എല്ലാ പ്രചരണങ്ങളും ജനങ്ങൾ പൊളിച്ചുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. സൈന്യത്തെയും സൈനികരെയും വഞ്ചിച്ചതായാണ് കോൺഗ്രസിന്റെ പാരമ്പര്യമെന്നും മോദി പറഞ്ഞു. അവർ ആയുധങ്ങൾക്ക് കമ്മീഷൻ വാങ്ങി, സൈന്യത്തിന്റെ ആത്മവിശ്വാസവും തകർത്തു, വലിയ ലാഭം കൊയ്യാൻ പഴകിയ ആയുധങ്ങളും വാങ്ങി. സൈനികർക്ക് മതിയായ വസ്ത്രം പോലും നൽകിയില്ല. ബൂട്ടുകളോ ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളോ നൽകിയില്ല. നല്ല നേതാക്കൾ പോലും നൽകിയില്ല. മോദി സർക്കാർ അന്തർനിർഭർ ഭാരതിലൂടെ അതിനെല്ലാം പരിഹാരം കണ്ടെത്തി. ഇന്ന് നമ്മുടെ സൈന്യത്തിന് ഇവിടെ നിർമ്മിച്ച ആയുധങ്ങളുണ്ട്. നമ്മളിപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് ആയുധം വിൽക്കാൻ കരുത്തുള്ള രാജ്യമായി മാറിയിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. അഫ്ഗാനിസ്ഥാന്റെ മണ്ണിലേക്ക് കവർന്നുകൊണ്ടുപോയ ഗുരുഗ്രന്ഥ സാഹിബിന്റെ പകർപ്പുകൾ BJP സർക്കാർ വീണ്ടെടുത്തു. ധീരബലവാന്മാരായ ജോരാവാറിന്റെയും ഫത്തേ സിംഗിന്റെയും ഓർമ്മയ്ക്കായി വീർ ബദൽ ദിവാസ് ആഘോഷം കൊണ്ടുവന്നതും ഈ സർക്കാരാണെന്നും മോദി പറഞ്ഞു.